കന്നിമൂലയിൽ കൂടുതലും ആൾക്കാർ ഭയപ്പെടുത്തുന്നത് കന്നിമൂല മുറിഞ്ഞുപോയി, അല്ലെങ്കിൽ ടച്ച് രീതികളിൽ കന്നിമൂലയിൽ ചുറ്റളവ് ശരിയായില്ല, കന്നിമൂലയിൽ കുറവുണ്ട്, കന്നിമൂലയിൽ കൂടുതലുണ്ട്, ഈ കന്നിമൂല ശുദ്ധമായിരിക്കണം ഒക്കെ പറഞ്ഞ് കന്നിമൂലയിലുണ്ട്. അതിനകത്ത് സത്യം പറഞ്ഞ കന്നിമൂല അങ്ങനെ ഒരു പവിത്രമായി സൂക്ഷിക്കേണ്ട മൂല. ആഗ്നേയ വായു വിഭാഗങ്ങളിലാണ് സ്റ്റെയറിന് ഏറ്റവും ഉത്തമ സ്ഥാനം. അതുവഴി നിങ്ങൾ ആഗ്നേയമാണെങ്കിൽ തെക്കിലോട്ട് നോക്കി കയറുക, ഫിനിഷിംഗ് എങ്ങനെ വേണം ആകാം. വായുവ്യ ഭാഗമാണെങ്കിൽ പടിഞ്ഞാറോട് നോക്കി കയറുമ്പോൾ എന്താണ് ഈ കന്നിമൂല മിസ്സിംഗ് എന്ന് പറയുന്നത്? ഹായ്, നമസ്കാരം. വാസ്തുപരമായ മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. ഇതിനെല്ലാം ഉത്തരം വാസ്തുവിലൂടെ കണ്ടെത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, വാസ്തുമേഖലയിൽ ഒരുപാട് വർഷത്തെ പരിചയസമ്പന്നതും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചെന്ന് അവർക്ക് കൃത്യമായ പരിഹാരം നൽകിയ ആസ്ട്രൽ തങ്കച്ചൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് കന്നിമൂലയെ കുറിച്ചിട്ടാണ്. അതായത് ഒരുപാട് പേർക്ക് ഒരുപാട് പേടി സ്വപ്നമാണ് കന്നിമൂല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ കന്നിമൂല നേരിടുന്നുണ്ട്. എന്താണ് വാസ്തവം? എന്തൊക്കെ പ്രശ്നങ്ങളാണ് കന്നിമൂല എന്താണ് ബന്ധമായിട്ടുള്ളത്? നല്ല കാര്യമാണ്. കാരണം കന്നിമൂല ഭാഗങ്ങൾ നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഞാൻ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കന്നിമൂലയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഒരുപക്ഷെ അവിടെ വളരെ ഭീമമായ ഫോൾട്ടായിരിക്കും, പക്ഷേ അവരതിനൊന്നും ശ്രദ്ധിക്കാതെ കന്നിമൂലയിൽ ശുദ്ധമായിരിക്കണം, കന്നിമൂല വൃത്തിയായിരിക്കണം. പിന്നെയാണെങ്കിലോ കന്നിമൂല മിസ്സിങ് വന്നു, അപ്പോൾ കന്നിമൂലയിൽ ചേർത്ത് തറ കെട്ടണം, ഹൈറ്റ് ആക്കണം. ഇങ്ങനെ കന്നി 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 എന്ന് പറഞ്ഞ് കന്നിയെ കുറിച്ച് മാത്രം ഭയപ്പെടുത്തി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കന്നിയെ ഭയക്കണം. വാസ്തു രീതികളിൽ കന്നിക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈശാന്യത്തിനോ അതിനേക്കാൾ പ്രാധാന്യം തോന്നിക്കും. ചില വീടുകളിൽ ആഗ്നേയത്തിനോ മറ്റു രണ്ടിനേക്കാൾ പ്രാധാന്യം തോന്നിക്കും. വായുവത്തിന് അതിനേക്കാൾ പ്രാധാന്യം തോന്നിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ മൂലകളും അവരുടെ ജീവിതശൈലിയുമായി ഒരുപാട് ബന്ധം പുലർത്തിയിരുന്നു വീട്. അപ്പൊ കന്നിമൂല മാത്രം നോക്കി കന്നിമൂലയിൽ ഒരു ഫോൾട്ട് മാത്രം നമ്മൾ കൂടുതൽ സൂക്ഷിച്ചാൽ മതി എന്നുള്ള ദുർപ്രചരണങ്ങൾക്ക് വീഴാതിരിക്കുക. ഓരോ മൂലയ്ക്കും ആ വീട്ടിന്റെ ജനജീവിതങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അപ്പൊ കന്നിമൂല നമ്മൾ കൂടുതൽ പ്രാധാന്യം വെച്ചാൽ ഉറപ്പിന് വേണ്ടി നമ്മൾ കന്നിമൂല തിരഞ്ഞെടുക്കുന്നു, ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നമ്മൾ കന്നിമൂല തിരഞ്ഞെടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മൂലാധാരം എന്നൊരു 7 ചക്രയുടെ വളരെ പ്രധാനപ്പെട്ട മൂലാധാരം എന്നുള്ള ആ മൂലാധാരം ഒരു വീടിന് കന്നിമൂല തന്നെയാണ്. അപ്പം ആ രീതികളിൽ നമുക്ക് കന്നിമൂല മാത്രമായി ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് വ്ളോഗ് വേണ്ടി വരും. കന്നിമൂല മാത്രമായിട്ട് നമുക്ക് സംസാരിക്കാനാണെങ്കിൽ, അതിനുള്ളിലുള്ള ലാഭനഷ്ടങ്ങൾ സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് വ്ളോഗ് വേണ്ടി വരും. വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ ചോദിച്ചു പോകാം. കന്നിമൂലയിൽ കൂടുതലും ആൾക്കാർ ഭയപ്പെടുത്തുന്നത് കന്നിമൂല മുറിഞ്ഞുപോയി, അല്ലെങ്കിൽ ടച്ച് രീതികളിൽ കന്നിമൂലയിൽ ചുറ്റളവ് ശരിയായില്ല, കന്നിമൂലയിൽ കുറവുണ്ട്, കന്നിമൂലയിൽ കൂടുതലുണ്ട്, ഈ കന്നിമൂല ശുദ്ധമായിരിക്കണം ഒക്കെ പറഞ്ഞ് കന്നിമൂലയിലുണ്ട്. അതിനകത്ത് സത്യം പറഞ്ഞാൽ കന്നിമൂല അങ്ങനെ ഒരു പവിത്രമായി സൂക്ഷിക്കേണ്ട മൂല ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്നേ പറയുള്ളൂ. കാരണം ഒരു വീടിന്റെ എല്ലാ മൂലകളും പവിത്രമായിട്ട് തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഒരു വീടിന്റെ എല്ലാ മുറികളും ശുചിയായി തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. പക്ഷേ കന്നിമൂലയിൽ മറ്റെവിടങ്ങളില്ലാത്ത വ്യത്യസ്തമായ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കന്നിമൂലയിൽ ഏറ്റവും ഭാരം വയ്ക്കാം. ഒരുപാട് ഭാരം ഒരു വീടിനുള്ളിലും വീടിന് പുറത്തുമായി അനാവശ്യമായി ചേർത്ത് വെക്കേണ്ട സാധനങ്ങൾ, ഒരുപക്ഷെ അത് വിറക് പുരയായിരുന്നാലും ശരി, കുറച്ച് കല്ല് ബാക്കി വന്നാലും ശരി, ഇതെല്ലാം മനഃപൂർവ്വമായി നമ്മളെടുത്ത് കന്നിമൂല ഭാഗത്ത് സംഭരിക്കുന്നത് വാസ്തു രീതിയിൽ കൂടുതൽ ഐശ്വര്യം എന്നാണ് റിസർച്ചിലൂടെ, ഞങ്ങളുടെ ഓരോ അന്വേഷണങ്ങളിലൂടെ ഞങ്ങൾ എടുക്കുന്നത്. ബുക്സ് ആർ ബേസിക്. ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെ വരുന്ന ഒരാളാണെന്ന് ഞാൻ പലവട്ടവും പറയുന്നുണ്ട്. ശരി, ഞങ്ങളുടെ മൂലാധാരങ്ങളായിട്ട് ഒരുപാട് ബുക്കുകൾ ഞങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ആണെങ്കിൽ പോലും വസ്തുത നേരിൽ കണ്ട് അതിനെക്കുറിച്ച് വർഷങ്ങളായി പഠിച്ച് പ്രവചിക്കുന്ന രീതികളിലെ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പൊ കന്നിമൂല വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി കന്നിമൂലയിൽ ഏറ്റവും കൂടുതൽ ഭാരവും ഉറപ്പും, ഇത് കന്നിമൂലയിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഇനിയും കന്നിമൂലയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം കന്നിമൂലയെക്കുറിച്ച് എന്നെ കേൾക്കുന്ന ആരെങ്കിലും
കന്നിമൂലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വീടിനുള്ളിലും വീടിന്റെ പുറത്തും ഏറ്റവും കൂടുതൽ വസ്തുവകകൾ ചേർത്ത് വെയിറ്റും ഹൈറ്റും കൂടുതൽ നിർണ്ണയിക്കപ്പെട്ട് കാണേണ്ട ഒരു സ്ഥലം അത് കന്നിമൂല തന്നെയാണ്. അതിന്റെ പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊത്തിരി കാരണങ്ങൾ കന്നിമൂലയുമായി അനുബന്ധ ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവട്ടെ, അതിനെല്ലാം ഉത്തരം പറയാം. പക്ഷെ എളുപ്പവഴി കന്നിമൂലയിലായിരിക്കണം ഏറ്റവും കൂടുതൽ ഉള്ളിലും വെളിയിലും, വെളിപ്പുറ വാസ്തു ഉൾപ്പുറ വാസ്തുവിലും കന്നിമൂലയിലായിരിക്കണം ഏറ്റവും കൂടുതൽ ഹൈറ്റും വെയിറ്റും നിറഞ്ഞിരിക്കേണ്ടത്. സാർ പറഞ്ഞു കന്നിമൂല മിസ്സിങ്, അതുപോലെ തന്നെ കന്നിമൂല നഷ്ടപ്പെട്ടു എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ കന്നിമൂല മിസ്സിങ് എന്ന് പറയുന്നത്? ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. കന്നിമൂല മാത്രമല്ല മിസ്സാവുന്നത്, ആഗ്നേയ മിസ്സിംഗ് ഉണ്ട്, ഈശാന്യ മിസ്സിംഗ് ഉണ്ട്, വായുവ്യ മിസ്സിംഗ് ഉണ്ട്, നൈരുതി അഥവാ കന്നി മിസ്സിംഗ് ഉണ്ട്. അതിൽ കന്നിമൂല മിസ്സാവുക എന്നുള്ളത് കോമൺ ആയിട്ട് ഉൾവലിഞ്ഞ് എൽ ഷേപ്പിൽ, അതായത് ആ വീടിന്റെ ടോട്ടൽ പടിഞ്ഞാറും ടോട്ടൽ തെക്കും കൂടെ ചേരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ചേരുന്ന മൂലയാണ് കന്നിമൂല. അപ്പോ ഈ പടിഞ്ഞാറിനെ 4 വിഭജിച്ചുകൊണ്ട് അതിന്റെ കന്നി ഭാഗത്ത് വരുന്ന 4-1 തെക്കിനെ 4 വിഭജിച്ചുകൊണ്ട് അതിന്റെ കന്നി ഭാഗത്ത് വരുന്ന 4-1 പ്രോപ്പറായി വീടിനുള്ളിലോട്ട് മിസ്സായി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് കന്നിമൂല മിസ്സിംഗ് എന്ന് പറയുന്നത്. അതിന് സമാന്തരമായി മറ്റൊരു വാക്കുണ്ട്, കന്നി പ്രൊജക്ഷൻ ഉണ്ട്. ഒന്നുകിൽ കന്നിമൂല ഭാഗത്ത് ഈ 4-1 തെക്കിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് പടിഞ്ഞാറിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മുറി, ഒരു ബെഡ്റൂം കുറച്ചുകൂടെ ഇറക്കി കെട്ടും. കന്നിമൂല ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഒരു 10 അടിയോളം ഇറക്കി കെട്ടുകയാണെങ്കിൽ അതിനെ കന്നിമൂല പ്രൊജക്ഷൻ എന്ന് പറയും. ഒരു പക്ഷെ തെക്കും പടിഞ്ഞാറും കൂടെ നിന്ന് ചേരുന്ന മൂലയിൽ കന്നിമൂലയിൽ ഒരു 10x10 സ്ക്വയർ ഫീറ്റ് ഉള്ളിൽ നിന്നും കഷ്ണിച്ചെടുക്കുമ്പോൾ അതിനെ മിസ്സിംഗ് എന്ന് പറയും. അപ്പൊ പ്രൊജക്ഷൻ വേറെ, മിസ്സിംഗ് വേറെ. മനസ്സിലായി? അപ്പൊ കന്നിമൂല മിസ്സിംഗ് എന്നുള്ളതിനെ നിങ്ങൾ പേടിക്കണ്ട. ഒരു വീടിന്റെ കന്നിമൂല മിസ്സിംഗ് എന്നുള്ള വിഷയം നിങ്ങൾ പേടിക്കണ്ട. ഒരു വീട് സമചതുരമായോ ദീർഘചതുരമായോ ഒന്നാന്തര വാസ്തു, അപ്പോ രണ്ടാന്തരം മൂന്നാന്തരം എന്നൊന്നുമില്ല. ഒരു പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം. കന്നിമൂല മിസ്സായി കഴിഞ്ഞാൽ, ഉൾവലിഞ്ഞു പോയാൽ അതിന് നിങ്ങൾ ഭയപ്പെടണ്ട. അതിനെ ചേർത്ത് കെട്ടി മൂല നിർത്തണമെന്ന് വലിയ രീതിയിലൊന്നും നിങ്ങൾ കാശ് ചിലവാക്കാൻ നിൽക്കണ്ട. പക്ഷേ കന്നിമൂല പ്രൊജക്ഷൻ അരുത്. ഒരു ബെഡ്റൂം കന്നിമൂല ഭാഗത്തൊന്ന് വളർത്തുക. തെക്കിലോട്ടോ പടിഞ്ഞാറോട്ടോ കുറച്ചുകൂടെ ഒരു 10 അടിയോ അല്ലെങ്കിൽ ഒരു 7 അടി അല്ലെങ്കിൽ ഒരു 5 അടി ഇങ്ങനെ കന്നിമൂല ബെഡ്റൂം കുറച്ചുകൂടെ വലുതാക്കാൻ വേണ്ടി വീടിന്റെ മൊത്ത ചതുരത്തിൽ നിന്നും അല്ലെങ്കിൽ വീടിന്റെ ആകെ ചതുരത്തിൽ നിന്നും കന്നി ചേരുന്ന തെക്ക് ഭാഗമോ കന്നി ചേരുന്ന പടിഞ്ഞാറ് ഭാഗമോ വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ കന്നി പ്രൊജക്ഷൻ എന്ന് പറയും. അത് വാസ്തുവിൽ വലിയ തെറ്റാണ്. ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കന്നിമൂല ഭാഗത്തിൽ അല്പം ഉൾവനിഞ്ഞ് എൽ ഷേപ്പ് പോലെ കുറച്ച് ഉള്ളിൽ നിന്നും കന്നിമൂല നഷ്ടപ്പെട്ടിരുന്നാൽ പോലും തെറ്റാണെങ്കിലും അതിനെ കൂടുതൽ ഭയപ്പെടണ്ട. ഇപ്പൊ മിസ്സിങ്ങും പ്രൊജക്ഷനും മനസ്സിലായില്ലേ? അതെ. കന്നിമൂല വെയിറ്റ് വേണം, ഹൈറ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ഒന്നും കൂടെ വിശദീകരിച്ച് പറയാം. വെരി ഗുഡ്. കന്നിമൂല അല്ലെങ്കിൽ വീടിന്റെ വാസ്തു എന്നുള്ളത് വെയിറ്റും ഹൈറ്റും കൂടെ ബേസ് ചെയ്യണം. അഫ്കോഴ്സ് സൂര്യപ്രകാശം തന്നെയാണ് വാസ്തുവിന്റെ മൂലാധാരം. അതിനോടൊപ്പം വെയിറ്റും ഹൈറ്റും വാസ്തുവിൽ മുഖ്യധാരയാണ്. അപ്പോ കൂടുതൽ ഉയരം ഒരു വസ്തു, അതിന് കൂടുതൽ ഉയരമുണ്ടെങ്കിൽ അതിന്റെ സ്വാഭാവിക ഭാരത്തിൽ നിന്നും കൂടിയിരിക്കണം, അല്ലെ? ഒരു 50 കിലോ സമചതുര വെയിറ്റ് ഒരു 25 കിലോ കൂട്ടണമെങ്കിൽ സ്വാഭാവികമായി അതിന്റെ ഹൈറ്റ് കൂടാനേ സാധ്യത ഉള്ളൂ. മനസ്സിലായി? അപ്പൊ ആ രീതികളിൽ ഹൈറ്റും വെയിറ്റും കന്നിമൂലയിൽ വർദ്ധിക്കുന്നത് ഉത്തമം. അപ്പം വെയിറ്റും ഹൈറ്റും എങ്ങനെ നിർണ്ണയിക്കുക? ഒരു സമചതുര ലാൻഡിന്റെ കന്നി ഭാഗത്ത് ഒരു കിണർ വരികയാണെങ്കിൽ അവിടെ കന്നി വെയിറ്റ് നഷ്ടപ്പെടുന്നു എന്നും കൂടെ സങ്കല്പിക്കണം. കാരണം ഒരു 10 ലോഡ് മണ്ണ് അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു കിണറിന് വേണ്ടിയെങ്കിൽ ആ ആകെ ചതുരത്തിൽ നിന്നും കന്നി ഭാഗത്തോട്ട് 10 ലോഡ് മണ്ണ് മാറുമ്പോൾ അവിടെ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. ഈ ഭൂമി അങ്ങനെ നമ്മളൊരു ത്രാസിൽ വയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നോർത്ത് ഈസ്റ്റ് ഭാരം കൂടി നിൽക്കും. 4 ചതുര ത്രാസിലെ 4 മൂലകളിലും മെഷർമെന്റ് എടുത്തുകൊണ്ട് ആകെ ചതുരത്തിനെ എടുത്തൊരു ത്രാസിൽ വെക്കുകയാണെങ്കിൽ ഡയഗണൽ ബേസിൽ നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ്, അതായത് വടക്കിഴക്കിൽ നിന്നും തെക്കു പടിഞ്ഞാറ് ഒരു വെയിറ്റ് നിർണ്ണയിക്കാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കന്നി ഭാഗത്തൊരു കിണറാണ് വരുന്നതെങ്കിൽ പോലും വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസിൽ നമ്മൾ പഠിക്കേണ്ടത് ആ കിണറിന് ആവശ്യമായ മണ്ണ് അവിടെ നിന്ന് എടുത്തു മാറ്റുമ്പോൾ ആ ഭൂമി വെയിറ്റ് ലോസ് ആവുന്നു.
ഇത് ഒരു വെയിറ്റ്, ഭൂമിക്ക് താഴെയുള്ള വെയിറ്റിനെ ഇങ്ങനെയും നിർണ്ണയിക്കാം. ഒരു താഴ്വാരമാണെങ്കിലോ കന്നിമൂല ഈശാന്യം ഉയർന്നും സൗത്ത് വെസ്റ്റ്, അതായത് കന്നി ഭാഗം ഭൂമിയുടെ ലെവൽ താഴ്വാരമാണെങ്കിലും ആകച്ചതുരത്തിന്റെ കന്നി ഭാഗം വെയിറ്റ് ലോസ് ആവുന്നു, അങ്ങനെയും വെയിറ്റ് നഷ്ടപ്പെടുന്നു. ഇനി മറ്റൊരു വെയിറ്റ് നഷ്ടപ്പെടുന്ന രീതിയിൽ വടകിഴക്ക് കൂടുതൽ ഭാരം മനഃപൂർവ്വമായി ഉണ്ടാക്കി വെക്കുമ്പോൾ ഇവിടെ ആകച്ചതുരത്തിൽ തെക്ക് പടിഞ്ഞാറ് സമചതുരവും സമപ്രതലവുമാണ്. മനഃപൂർവ്വമായി നമ്മൾ നോർത്ത് ഈസ്റ്റ് ഈശാന്യത്തിൽ കുറച്ച് വെയിറ്റ്, കുറച്ച് ലോഡ് കല്ലിറക്കി വെക്കുകയാണെങ്കിലും ഇവിടെ ഒന്നും കുഴിച്ചിട്ടില്ല, താഴ്വാരമില്ല, സമനിലമാണെങ്കിൽ പോലും അതിന്റെ എതിർഭാഗത്ത് വെയിറ്റ് വരുമ്പോൾ കന്നിമൂല വെയിറ്റ് ലോസ് ആവുന്നു. അപ്പം മുകളിലും താഴെയുമുള്ള വെയിറ്റ് ആണ്. അപ്പൊ കന്നി സൂക്ഷിക്കേണ്ടതെല്ലാം ഇങ്ങനെയാണ്. ഇതിന്റെ മാതൃകാപരമായ രീതികളാണ് ഇതെല്ലാം. ഇതിന്റെ മിനിമൈസ് ആണ്. കുറച്ച് വെയിറ്റ് അവിടെ വെച്ചു, ഇവിടെ കുറച്ച് വെയിറ്റ് ലോസ് ആവുന്നു. ഒരു വണ്ടി നോർത്ത് ഈസ്റ്റ് പാർക്ക് ചെയ്യുന്നു, കന്നിയിൽ വണ്ടി പാർക്ക് ചെയ്യാനില്ല, അല്ലെങ്കിൽ മറ്റ് സമാന്തര വെയിറ്റുകളില്ല. ഇതെല്ലാം എന്റെ മിനിമൈസ്ഡ് ആണ്. ഇതിന്റെ മിനിയേച്ചർ പോലത്തെ ഒരു സംവിധാനങ്ങളാണ് എല്ലാം. പക്ഷെ ഇതിന്റെ മൊത്തം മാതൃക കന്നി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, നോർത്ത് ഈസ്റ്റിനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ഡയഗണൽ ബേസ് ആ വാസ്തു കൂടുതലും. അപ്പം ഇങ്ങനെയാണ് വെയിറ്റും ഹൈറ്റും നിർണ്ണയിക്കുക. ഇനി ഇത് വെയിറ്റ് ഹൈറ്റ് നിർണ്ണയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കൺസ്ട്രക്ഷൻ ബേസിലാണെങ്കിലും പുറത്തുള്ള മരങ്ങളുടെ രീതികളിലാണെങ്കിലും ഉയർന്നു നിൽക്കേണ്ടത് കന്യഭാഗത്താണ്. അപ്പം പുറത്തൊരു ബലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ വലിയ വൃക്ഷങ്ങൾ പുറത്ത് കന്യഭാഗത്ത് നിങ്ങൾക്ക് നടാം. അത് ഓരോ കാലങ്ങളിലും അത് വളർന്ന് വളർന്ന് പന്തലിച്ച് കന്നി കൂടുതൽ കവർ ചെയ്യുകയും കന്നി കൂടുതൽ വെയിറ്റ് ആക്കുകയും ചെയ്യുന്നു. വെളിയിൽ ഉള്ള മരം. വീടിനുള്ളിലാണെങ്കിലോ ഒരു സ്റ്റെയർ റൂം, ശരിക്കും പറഞ്ഞാൽ വാസ്തു രീതിയിൽ സ്റ്റെയറിനെ കുറിച്ച് ഒത്തിരി ഞാനൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റെയർ ആഗ്നേയ വായു വിഭാഗങ്ങളിലാണ് സ്റ്റെയറിന് ഏറ്റവും ഉത്തമ സ്ഥാനം. അതുവഴി നിങ്ങൾ ആഗ്നേയമാണെങ്കിൽ തെക്കിലോട്ട് നോക്കി കയറുക, ഫിനിഷിങ് എങ്ങനെ വേണം ആകാം. വായുവ്യ ഭാഗമാണെങ്കിൽ പടിഞ്ഞാറോട് നോക്കി കയറുമ്പോൾ ആ ടെറസിന്റെ തെക്ക് മധ്യമോ പടിഞ്ഞാറ് മധ്യമോ പറ്റുമെങ്കിൽ കന്നി ഭാഗത്ത് ഒരു സ്റ്റെയർ റൂമിന്റെ എക്സ്റ്റൻഷൻ വരും. അപ്പോൾ ആകെ ചതുരത്തിന്റെ കൂടുതൽ ഉയരം തെക്ക് പടിഞ്ഞാറാകുകയും വടക്ക് കിഴക്ക് വെയിറ്റ് കുറയുകയും ചെയ്യും. സ്റ്റെയറും വിത്ത് ഒരു ബെഡ്റൂമും കൂടെ മേളിൽ കെട്ടുമ്പോഴത്തേക്കും ആ വീടിന്റെ ആകെ ചതുരത്തിൽ നിന്നും കന്നി ഉയർന്നു കാണുകയും സമാന്തര വടകിഴക്ക് താഴ്ന്നു കാണുകയും ചെയ്യും. ഇത് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഇതിന്റെ ബേസ് ആണ്. ഇതിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിയാതെ ഉണ്ടാക്കുന്ന വെയിറ്റുകളുണ്ട്, നമ്മൾ അറിയാതെ ഉണ്ടാക്കുന്ന വെയിറ്റ് ലോസ് ഉണ്ട്, നമ്മൾ അറിയാതെ ഉണ്ടാക്കുന്ന ഹൈറ്റ് ഉണ്ട്, അറിയാതെ ഉണ്ടാക്കുന്ന ഹൈറ്റ് ലോസ് ഉണ്ട്. ഇതെല്ലാം വീടുകൾ പോയി നേരിട്ട് കാണുമ്പോഴേ അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ വീടുകൾ നേരിട്ട് കാണണം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഒന്ന്, പടിഞ്ഞാറേ കന്നി തെക്കേ കന്നി എന്ന് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നാൽ അവരോട് ചോദിക്കുന്നു കന്നി എന്താണെന്ന് ചോദിക്കുമ്പോൾ തെക്കും പടിഞ്ഞാറും കൂടെ ചേരുന്നതാണ് കന്നി എന്ന് കണ്ണുമൂടി ഉത്തരവും പറയുന്നു. അപ്പം തെക്കും പടിഞ്ഞാറും കൂടെ ചേരുന്ന കന്നി മൂലയ്ക്ക് തെക്കേ കന്നിയും പടിഞ്ഞാറേ കന്നിയും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോ അവരോടൊന്നും നമുക്ക് മറ്റൊരു വിഷയമില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന വാസ്തു വിദ്യാർത്ഥികൾക്കും വാസ്തു സുഹൃത്തുക്കൾക്കും വാസ്തു വിശ്വാസികൾക്കുമായി രണ്ട് ദിക്കുകൾ ചേരുന്ന സാക്ഷാൽ 225 എന്നുള്ള ഒരു ഡിഗ്രിയാണ് കന്നിമൂലയെങ്കിൽ ആ കന്നിമൂലയിൽ നിന്നും തെക്ക് കാണുന്ന 4/1 കന്നിയാണ്. കന്നിമൂലയിൽ നിന്നും പടിഞ്ഞാറ് കാണുന്ന 4/1 കന്നി ചേർന്നിരിക്കുന്നത് പടിഞ്ഞാറേ കന്നി. അപ്പൊ തെക്കേ കന്നിയും പടിഞ്ഞാറേ കന്നിയും ഉണ്ട്. അതിന്റെ ഫലാഫലങ്ങൾ തെക്ക് സ്ത്രീകളെ ബാധിക്കുകയും അല്ലെങ്കിൽ തെക്കിന്റെ ഐശ്വര്യം സ്ത്രീകൾക്ക് കിട്ടുകയും പടിഞ്ഞാറ് പുരുഷന്മാരെ ബാധിക്കുകയും പടിഞ്ഞാറിന്റെ ഐശ്വര്യം അതല്ലെങ്കിൽ പുരുഷന്മാർക്ക് കിട്ടുകയും ചെയ്യുന്ന രീതികളാണ് ഇതിനെ നമ്മൾ വിഭജിച്ച് കാണേണ്ടത്. പ്രഡിക്ഷൻ എടുക്കുമ്പോൾ ഈ രീതിയിൽ പ്രഡിക്ഷൻ എടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. മാത്രമല്ല കന്നിയെക്കുറിച്ച് ഇങ്ങനെ ഒരു 10-15 മിനിറ്റിൽ പറഞ്ഞു തീർക്കാനുള്ള ലാഭനഷ്ടങ്ങളോ ഐശ്വര്യങ്ങളോ വല്ല മാത്രമാകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ കന്യയെ കൊണ്ട് മാത്രം സംസാരിക്കാനുണ്ട്. അപ്പം ഈ വ്ളോഗിന്റെ അടുത്ത വ്ളോഗിൽ ഇപ്പം നമ്മൾ സംസാരിച്ചതിന്റെ ബാക്കി ഭാഗങ്ങളെ കുറിച്ച് പറയാം. മറ്റൊരു റിക്വസ്റ്റും കൂടിയാണ്. കാരണം നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ ഫോണിൽ വിളിച്ച് എൻക്വയറി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരോടെല്ലാം ഞാൻ പറയാം, നിങ്ങൾ ഫീസായിട്ട് എനിക്കൊന്നും വേണ്ട, ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഈ ചാനൽ നമ്മുടെ സ്റ്റുഡിയോ സംവിധാനങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന ആൾക്കാർക്ക് ഈ വാസ്തു ബ്ലോഗുകൾ കൂടുതൽ താല്പര്യപ്പെടുവാനും കൂടുതൽ യൂട്യൂബിന്റെ ഒരു അൽഗോരിതം ഉണ്ടല്ലോ, അത് നിങ്ങളിൽ വന്നു ചേരാനും നോട്ടിഫിക്കേഷനൊക്കെ എത്രയും വേഗം വന്ന് എടുക്കുമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണുക. അത് എൻ്റെയും കൂടെ ഒരു ആവശ്യവും കൂടെയാണ്. അത് റിക്വസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ വയ്ക്കുന്നത്.
ബാക്കി കന്നിയെക്കുറിച്ചും മറ്റും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അടുത്ത വ്ളോഗിലേക്ക് നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം.